ഈ 6-ാം തീയതി രാത്രി അല്ലെങ്കിൽ 7-ാം തീയതി കാലത്ത് 1:40 വരെ 1:34 റൈറ്റ് ടൈം ഇതുവരയ്ക്ക് നമ്മൾ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇവിടെ ഐബ്രോസ് റൈസ് ചെയ്യാൻ സാധിക്കും. അതെന്ത് ചെയ്യാൻ ഞാനിവരെ എന്നെ പിടിച്ചില്ല. ഇതൊക്കെ വളരെ ഒരു വിവരമില്ലാത്തവരുടെ ചോദ്യങ്ങളാണതല്ല. ഈ 4 പേരെ പിടിക്കാൻ 4 പേരെ അയച്ചത് ആരാണ്? ആ അയച്ചവന്മാരുടെ ക്യാമ്പുകളെ മുഴുവൻ രജിസ്റ്റർ ചെയ്തായിരുന്നു ഇത്രയും സമയത്ത്. അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇനി ഇവിടെ നിന്നുള്ള റിട്ടാലിയേഷൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ കൗണ്ടർ ഇതടക്കം ചെയ്തിട്ടാണ് ഈ 2 ആഴ്ചത്തെ സമയം എടുത്തിരിക്കുന്നത്. നമ്മൾ 8-16 പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് 2 ആഴ്ച സമയമാണ് എടുത്തിരിക്കുന്നതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ എയർ അറ്റാക്ക് നടന്നു. അതിന് കൂട്ടം തന്നെ ഈ സ്ഥലത്ത് നിന്ന് വല്ല റിട്ടാലിയേഷനും വരികയാണെങ്കിൽ ഇതേ സമയം ഓൾ ദ ആർട്ടിലറി യൂണിറ്റ്സ് ആൻഡ് ഡൗൺ ജമ്മുന്ന് താഴത്തേക്കുള്ള പട്ടാൻകോട്, അമൃത്സർ, അതുപോലെ തന്നെ ശ്രീ ഗംഗാനഗർ വരയ്ക്കുള്ള ആമഡ് പോലും സന്നാഹമായിട്ടിരിക്കുകയാണ്. ജമ്മുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടാൻകോട്ട് സെക്ടറിനും അല്ലെങ്കിൽ അമൃത്സർ ഈ സൈഡിൽ നിന്നെല്ലാം ഗംഗാനഗർ ഇതും വരയ്ക്കും ആമഡ് ടാങ്ക്സ് അടക്കം റെഡിയായിട്ടിരിക്കുന്നു. ആർട്ടറി ഫുള്ളി സപ്പോർട്ട്. അപ്പൊ ഈ ഏരിയയിൽ മുഴുവനുള്ള ലോങ് റേഞ്ച് ഗൺസും അതുപോലെ തന്നെ മിസൈൽ യൂണിറ്റ്സും എല്ലാം സന്നാഹമായിട്ടിരിക്കുമ്പോൾ ഇവന്മാർ എന്തെങ്കിലും കാരണം വെച്ചാൽ അത് ഗുജറാത്മാല അല്ലെങ്കിൽ ഗുജറാത്ത് ഈ ഏരിയയിൽ നിന്ന് അപ്പുറത്തോട്ട് ഇസ്ലാമാബാദൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത്. എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ശരിക്ക് ഹൃദയഭാഗങ്ങളിൽ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സന്നാഹം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും റിട്ടാലിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ ഒരു സൂയിസൈഡൽ അറ്റാക്ക് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മുൾത്താൻ സെക്ടർ എന്ന് പറയുന്ന മിലിറ്ററി ഏരിയ, ഹെവി ആയിട്ടുള്ള മിലിറ്ററി സെക്ടർ ആണത്. അവിടേക്ക് കയറിയിട്ടാണ് അടിച്ചിരിക്കുന്നത് ബാൽപൂരിൽ. ആ ബാൽപൂരിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അവിടുന്ന് എന്തെങ്കിലും മൂവ്മെന്റ് വരികയാണെങ്കിൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള വാണിങ്ങോട് കൂടിയിട്ട് കറക്റ്റ് പ്ലാനിങ്ങിൽ അടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാണ് അങ്ങനെ നോക്കിയാൽ സിയാച്ചിന്റെ പിന്നെ ഈ ദ്രാസിന്റെയോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഈ ഏരിയയിലൊന്നും തൊട്ടിട്ടില്ല. കാരണം അവിടെ നമുക്ക് തൊട്ടേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ഇവന്മാരെല്ലാം ട്രെയിനിങ് ക്യാമ്പുകൾ കിടക്കുന്നത്. ഈ ടെററിസ്റ്റുകളുടെ ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെയാണ്. ആ ക്യാമ്പുകളാണ് ശരിക്കും അടിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി പാകിസ്ഥാനോട് ഞങ്ങൾ ക്യാമ്പാണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇനി വന്നിട്ട് എന്തെങ്കിലും റിട്ടാലിയേഷൻ അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നുള്ളൊരു വാണിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അരിയാണ്. എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് പാകിസ്ഥാൻ, കാരണം പാകിസ്ഥാൻ ആസ് ഇറ്റ് ഈസ് ഷോക്ക്ഡാണ്. അതിന്റെ നിലയും വെളിയൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്ന പല രാജ്യങ്ങളോടും. പക്ഷെ അവിടെ നിന്നും സപ്പോർട്ടൊന്നും വന്നില്ല. തുർക്കി പോലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രാജ്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചീള് കേസുകളാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈവൻ അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റഷ്യ പുടിനൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവര് അമിത്ഷാജി എന്താണ് ചെയ്തിരിക്കുന്നത്? കംപ്ലീറ്റ് ആൾക്കാരെ ഇൻഫോം ചെയ്തു എല്ലാവർക്കും. ഇതാ അടിക്കുന്നു. ആ ടൈമും പറഞ്ഞു, അടിയും കഴിഞ്ഞു, തിരിച്ചു വന്നു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി നിന്റെ റിട്ടാലിയേഷൻ എങ്ങനെ? നീ ഒരു പേൽഗാമിൽ വന്നിട്ട് ഞങ്ങളുടെ നിഷ്കളങ്കരായ ആൾക്കാരെ ഒരു 15 ഏക്കർ സ്ഥലത്ത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ 1500 ഏക്കർ സ്ഥലം ഞങ്ങൾ നശിപ്പിച്ചിരിക്കും. ഇതാണ് ഇന്ത്യ കൊടുത്ത മറുപടി കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് പെട്ടെന്ന് റിട്ടാലിയേഷൻ വരുമെന്നുള്ളതല്ല, ആ ഷോക്കിൽ നിന്ന് ഇവർക്കൊന്ന് പ്രിപ്പയർ ആവാൻ. എന്തേ നമ്മൾ ചെയ്തിരുന്നതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആ 4 പേരെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇത് സിവിലിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഒരു ഉത്തരവായിരുന്നു. അപ്പൊ എന്തായി? ഇതിന്റെ ഒരു ഡീകോയ് മൂവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഇപ്പുറത്ത് അവന്മാരുടെ പുറകിൽ പോവാണ് പട്ടാളെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അളന്നു മുറിച്ച് രജിസ്റ്റർ ആയിട്ട് ടാർഗറ്റ് അടിക്കാൻ നമുക്ക് അന്ന് തന്നെ അടിക്കാമായിരുന്നു. പക്ഷെ അതിന്റെ റിട്ടാലിയേഷൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കിക്കൊണ്ട് ആ പ്രതിരോധം കൂടിയാണ് ഒരു വിധത്തിലുള്ള ലൂപ്പോൾസും വിടാതെ ഈ 14 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് രാത്രി, അത് 6-ാം തീയതി രാത്രി അല്ലെങ്കിൽ 7-ാം തീയതി പുലർച്ചെ അടി കഴിഞ്ഞു. ഇനി നീ എന്തെങ്കിലും ചെയ്താൽ വെറുതെ വിടില്ല. അപ്പൊ ഇതാണ് പറഞ്ഞത്. നീ വെറുതെ വന്നിട്ടൊന്ന് ചൊറിഞ്ഞു പോയി ഇപ്പൊ എല്ലാം കൂടെ ഇട്ട് കൈയിട്ട് മാന്തിയിരിക്കുകയാണ് ഇന്ത്യ. അതുകൊണ്ട് അഭിമാനിക്കാത്തൊരു മൂവ്മെന്റാണ്. പലർക്കും ഉത്തരം കിട്ടിയത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതാ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ തുടക്കം ഇത്രയും ഗംഭീരമാവും. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള അതിന് മുന്നേ തന്നെ ഇന്ത്യ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാണുന്നത്. സോ വി ഷുഡ് ബി വെരി ഹാപ്പി ആൻഡ് ഡോണ്ട് വറി അബൌട്ട് ദിസ് പാകിസ്ഥാൻ റിട്ടാലിയേഷൻ എത്ര ഹെവി എന്നുള്ളത്. കാരണം അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കൂ. ഇതൊക്കെ മിലിറ്ററി ക്യാമ്പുകളാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ കിടക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മൾ നിങ്ങളുടെ ബോർഡറൊന്നും കടന്നു വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം വന്നിട്ട് ആ ബാൽപൂരിലാണ് ഒരടി അടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ എലോങ് ദ ലൈൻ ഓഫ് കൺട്രോളും പിന്നെ ഓപ്പോസിറ്റ് ടു അമൃത്സറിന്റെ ഓപ്പോസിറ്റിലും പട്ടാൻകോട്ടിലും ജമ്മുവിലും
ഇതുപോലൊരു വെടിവെക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതീകം വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ബോർഡറൊന്നും നോക്കില്ലല്ലോ. അപ്പൊ ആ ഒരു വാർണിംഗ് കൊടുത്ത സ്ഥിതിക്ക് ഡോണ്ട് വറി, ഐ ഡോണ്ട് തിങ്ക് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു റിറ്റാലിയേറ്റ് വെരി ഫാസ്റ്റ്. എന്ത് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ 7-ാം തീയതി മോക്ക് ഡ്രിൽ ഉണ്ടാവും എന്നുള്ള ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം 6-ാം തീയതി ഇവരെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആര്? നമ്മളെയല്ല, പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ കാശ്മീരിന്റെ ഏരിയയിലുള്ള ആളുകളെയൊക്കെ വെക്കേറ്റ് ചെയ്ത് ബംഗറിലൊക്കെ കൊണ്ടുപോകുന്നത് അനൗൺസ് ചെയ്തപ്പോഴും മീഡിയ അനൗൺസ് ചെയ്തപ്പോഴും പാകിസ്ഥാനിൽ കിട്ടുന്ന ന്യൂസ് എന്തായിരിക്കും? മോക്ക് ഡ്രിൽ നടത്തുന്നു, ഒരു യുദ്ധം വന്നാൽ എങ്ങനെ വേണ്ട, ആ യുദ്ധം വന്നാൽ എങ്ങനെയെന്ന് ചെയ്യുന്ന ദിവസം എന്തായിരുന്നു? ഓൾറെഡി നമ്മൾ അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് പ്രിപ്പറേഷൻ. ഒരു രാജ്യത്തിന്റെ പ്രിപ്പറേഷൻ കറക്റ്റ് ഡിഫെൻസീവായിട്ട് പ്ലാനിങ് ആയിട്ട്, അല്ല വികാരഭരിതമായിട്ട് നമ്മളൊരു യുദ്ധത്തിനോ രാജ്യത്തിനോട് പോകാൻ പറ്റില്ല. വികാരവും വിവേകവും ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആ സമയമാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു ഇന്ത്യനും അഭിമാനിക്കാവുന്ന തിരിച്ചു മറുപടി ഞങ്ങൾ എങ്ങനെ കൊടുക്കാൻ നിങ്ങളൊക്കെ ഓരോരുത്തർ ആഗ്രഹിച്ചോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച്. അതിന് നമ്മൾ റെഡിയാണ്. പട്ടാളം റെഡിയായിരിക്കും, ആർമി, എയർഫോഴ്സ്, നേവി എല്ലാം റെഡിയായിട്ടിരിക്കുന്നു. അതിനെടുത്ത സമയമാണ്. ഇതാണ് ജനങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാം വികാരം വരുന്ന സമയത്ത് യെസ് ആ പട്ടാളക്കാർക്ക്, അതുകൊണ്ടല്ലേ ഗവൺമെന്റ് പോലും പറഞ്ഞത് പട്ടാളത്തിന്റെ അടുത്ത് മോദിജി പറഞ്ഞിട്ടൊക്കെ വിട്ടല്ലോ, നൗ ഇറ്റ് ഇസ് അപ് ടു യു. കാരണം അവരാണ് ദ റൈറ്റ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ്, ഏത് സ്ഥലമാണ് ഞങ്ങൾ അടിക്കേണ്ടത്, ഏത് സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇമ്പാക്ട്, അതിൻ്റെ കൗണ്ടർ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം. ഇതൊക്കെ പട്ടാളം പ്രിപ്പയർ ചെയ്ത് ഈ 14 ദിവസം. അപ്പൊ അതിന് ശേഷം പിന്നീട് പാകിസ്ഥാൻ 10 പ്രാവശ്യം ചിന്തിക്കും ഇനി ഒന്ന് അടിക്കണമെങ്കിൽ. ഇനി ഒരിക്കലും അവൻ ഈ പെൽഗാം പോലൊരു സംഭവം ചെയ്യില്ല. ധൈര്യമായിട്ട് കാശ്മീരിലോട്ട് പോയിട്ട് നമുക്ക് ആ പഴയ പോലെ തന്നെ. പക്ഷെ ആ മരിച്ചു പോയിട്ടുള്ളവർക്ക് അവരുടെ ആത്മാവിന് കിട്ടിയിരിക്കുന്ന ഒരു ശാന്തിയാണ് ഇന്നത്തെ ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. അവരുടെ കുടുംബത്തിനും യെസ് ഞങ്ങൾ എവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്തതിന് നിങ്ങളുടെ രാജ്യത്ത് കയറിയിട്ട് ഞങ്ങൾ അങ്ങ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് എന്റെ രാജ്യം എന്ന് അഭിമാനത്തോടു കൂടി പറയാം. ആ അടിച്ചിട്ടുള്ളതിന് പാകിസ്ഥാൻ ഒരിക്കലും തിരിച്ചടിക്കാൻ ഇപ്പോ സാധിക്കില്ല. ചെയ്താൽ ഇതിന്റെ പ്രത്യാഘാതം ഭയങ്കര ഭീകരമായിരിക്കും. കാരണം അത്രയും നമ്മൾ പ്രിപ്പയർഡ് ആണ്. എയറും ആർട്ടറിയും ആമഡും എല്ലാം റെഡി. ഇൻഫൻട്രി പിന്നെ അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ആയി എന്നുള്ളത്. കാരണം ബോർഡർ ക്രോസ് ചെയ്യും. ജമ്മുന്ന് താഴത്തുള്ള എല്ലാം LOC അല്ല, ബോർഡറാണ്. ആ ബോർഡർ ഒരു പ്രാവശ്യം ടാങ്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു യുദ്ധത്തിന്റെ യുദ്ധം തന്നെയായത്. പക്ഷെ അതില്ലാതെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാകിസ്ഥാൻ ചിന്തിക്കണം ഇനി ഞങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത്. നിങ്ങൾക്ക് നേടാം പാകിസ്ഥാൻ വേണോ അതോ ഇതിന് നിങ്ങൾ പ്രതികാരം വീട്ടുമെന്ന് പറഞ്ഞാൽ 2 വെടിയും കൊണ്ട് വെക്കണം എന്നുള്ളതാണോ? ആ 2 വെടി ഇവിടെ വന്നു കഴിഞ്ഞാൽ 200 വെടി അങ്ങോട്ട് വരും എന്നുള്ള റെഡി ആ ഒരു പൊസിഷനാണ് ഇന്ത്യ ഇരിക്കുന്നത് എന്നുള്ളവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഒരു കാര്യം കൂടി, ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ചെറുതായിരിക്കില്ലോ. കാരണം അവിടെ നമ്മൾ പലപ്പോഴും സൈനിക ഭരണം കണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ആർമി ഒരുപക്ഷെ അവിടുത്തെ ഭരണ നേതൃത്വത്തെ മറികടക്കാനുള്ള സാധ്യത, അവിടെ ഒരു ഭരണ അസ്ഥിരത രൂപപ്പെടാനുള്ള സാധ്യത മുന്നിൽ കാണാൻ കഴിയുന്നു. എക്സാക്ട്ലി ഈ കാര്യം ഞാൻ 2 ദിവസം മുന്നേ ഇതെല്ലാം ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഇന്ത്യ എന്താണ് ആദ്യം ചെയ്തത്? അവിടുത്തെ സിവിലിയൻസിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അവരെ ആരെയും ബ്ലഡ് ഷെഡ് ഒന്നുമില്ല. കാരണം അവൻ ഫ്രസ്ട്രേറ്റഡ് ആവണം. എനിക്ക് എന്റെ കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല സാധനം, എനിക്ക് വെള്ളം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, എന്റെ റേഷൻ, അരി, ഇതെല്ലാം അരിക്കെന്തായി വില 500 രൂപയായി ഈ ഒരാഴ്ച കൊണ്ട്. ഇത് വരുന്ന സമയത്ത് ഇവന്റെ എല്ലാം ഫ്രസ്ട്രേഷൻ ഇന്ത്യക്കാരോടാവില്ല. അവൻ ചെയ്യുന്നത് നീ ഭരിക്കുന്ന ഗവൺമെന്റിനോടായിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. രാജ്യം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഭരിക്കുന്ന ഗവൺമെന്റിനോട്. പക്ഷെ അവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനേക്കാൾ ഭീകരനാണ് ഈ ആർമിക്കാരൻ എന്നുള്ളത് സിവിലിയൻസിന് അറിയാം. അപ്പൊ സിവിലിയൻസിന്റെ ആ ഫ്രസ്ട്രേഷൻ ആണ് നമ്മൾ ഇവിടുന്ന് ഉണർത്തിവിട്ടിരിക്കുന്നത്. ആ ഉണർത്തിവിടലിൽ ഡെഫിനറ്റ് ആയിട്ടും പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ ആർമിയോട് എതിരിടാനുള്ള മുറുമുറുപ്പ് തുടങ്ങിയിരിക്കുന്നു. ആ മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ആർമിക്ക് കിട്ടുന്ന ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ജനങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. ആർമിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആരും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു രാജഭരണം പോലെയാണ് അവിടുത്തെ ആർമിക്കാർ. ഞങ്ങളൊക്കെ ഇന്ത്യൻ പട്ടാളത്തിന്റെ ആൾക്കാർ പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഒരു പാകിസ്ഥാനിലെ ഓഫീസർ എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന ഒരു റെസ്പെക്ട് അല്ലാതെ അത് ഭയത്തോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആ റെസ്പെക്റ്റില് ഒരു വിലയില്ല. പക്ഷെ ആ ജനങ്ങളുടെ വികാരത്തിനെ ഇന്ത്യ ആദ്യം സൈക്കോളജിക്കലി അങ്ങ് ഉണർത്തിവിട്ടു. ആ ഉണർത്തിവിട്ടത് ഇന്നിപ്പോ ഈ അടി കഴിഞ്ഞാൽ അവര് സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടില്ല, ഇനിയെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ എന്നൊരു ചോദ്യം വരും. ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ അതാണ് പൊളിറ്റിക്കലി
നമ്മൾ ഓൾറെഡി സൈക്കോളജി, സിവിലിയൻസിന്റെ സൈക്കോളജിനെ നമ്മൾ നല്ലപോലെ ഉണർത്തി വിട്ടുകൊണ്ട് എഗൻസ്റ്റ് ആർമി ആക്കിയപ്പം ആർമിയുടെ ബേസ് പോയിരിക്കുന്നു. പിന്നെ ആർമി അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് ദേ ആർ ബേസിക്കലി കവേർഡ്സ്. അതുകൊണ്ടാണ് ഈ പേടിപ്പിച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ഭരിക്കുന്നത്. ഈ ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഭരിപ്പിക്കുക, ഞാൻ അത് ചെയ്യും, ഞാൻ അപ്പുറത്ത് ചെയ്യും എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി ധൈര്യമില്ലാത്തവനാകുമ്പോഴാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ഭരണാധികാരി ചിരിച്ചുകൊണ്ട് സാത്വികനായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, വേണ്ട സമയത്ത് മാത്രമേ വായ തുറക്കുന്നുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഇവനാൾ ഡേഞ്ചറാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന മറുപടിയും നമുക്കിപ്പോൾ ഉള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്. വളരെ നന്ദി മേജർ രവി പ്രതികരിച്ചു. എന്തായാലും ഇന്ത്യയുടെ നീക്കങ്ങളും അതിൻ്റെ തുടർ നീക്കങ്ങൾ പാകിസ്ഥാന്റെ എന്തുണ്ടാക്കുമെന്ന സാധ്യതകളുമാണ് വിലയിരുത്തത്. ആർ രാകേഷ് ചേരുന്നു. രാകേഷ്, ഇന്ത്യ ഈ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയ നീക്കം, അതിൽ 9 കേന്ദ്രങ്ങൾ, ആ 9 കേന്ദ്രങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇതിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരും ഒപ്പം കാശ്മീരിലെ പഞ്ചാബ് മേഖലകളും, പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലകളും ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് രാകേഷ്? സജിത്ത്, 9 കേന്ദ്രങ്ങളുടെ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇത് 9 കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 6 ഇടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയ 6 കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിലാണ്. 3 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽപ്പെടുന്നതാണ്. അതിൽ തന്നെ പാക് അധീന കശ്മീരിൻ്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന സ്ഥലമാണ് മുസഫറാബാദ്. മുസഫറാബാദിലാണ് ആദ്യ പ്രഹരം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ത്യ അവിടെ 2 കേന്ദ്രങ്ങൾ മുസഫറാബാദിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പാക് അധീന കശ്മീരിലെ തന്നെ മൂന്നാമത്തെ ആക്രമണം എന്ന് പറയാവുന്നത് ബാവൽപൂരിലാണ്. ബാവൽപൂർ പക്ഷേ പഞ്ചാബിലാണ്. ബാവൽപൂർ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഭീകരരുടെ പ്രധാനപ്പെട്ട താവളമാണ്. ഒപ്പം തന്നെ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ കേന്ദ്രം ഇവിടെയാണുള്ളത്.